എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഒരുപാട് നാളായി നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി ബിസി ഷെഡ്യൂളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാഞ്ഞ്. ഇപ്പം തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇനി മുതൽ വീഡിയോസിനൊന്നും ഒരു ലേറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ആന്ധ്ര ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൻ്റെ പേര് പെസരട്ടു എന്നാണ് പറയുന്നത്. മീൻസ് പെസലു മീൻസ് നമ്മുടെ ചെറുപയർ. അട്ടു എന്ന് പറഞ്ഞാൽ ദോശ. അപ്പോൾ ചെറുപയറിൻ്റെ ദോശയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്ക് പിള്ളേരായാലും മുതിർന്നവരായാലും ആരായാലും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഹൈ പ്രോട്ടീനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഞാനിവിടെ 1 കപ്പ് ചെറുപയർ, ഒരു 2 ടേബിൾ സ്പൂൺ അരി, 1 ടീസ്പൂൺ ഉലുവയും കൂടെ തലേദിവസം കുതിർത്ത് വെച്ചതാണ്. ഇതിനെ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു മിക്സി ജാറിനകത്തോട്ട് മാറ്റാൻ പോവാം. അതിൻ്റെ കൂടെ തന്നെ 1 പച്ചമുളകും 1 ഇഞ്ച് ഇഞ്ചി ഇതും കൂടെ ചേർത്തിട്ട് ഇതിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒരു ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് വരെ നമുക്കിതിനെ അരച്ചെടുക്കാം. ഇത് കാണാമല്ലോ, ഇതുപോലക്ക് നല്ലൊരു കൺസിസ്റ്റൻസി വരണം. നല്ല സോഫ്റ്റായിട്ട് ഇതിനെ അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ജീരകം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാള ഉള്ളിയാണ്. 2 സവാള ഉള്ളിയും ഒരു 3-4 പച്ചമുളകും 1 ഇഞ്ച് ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ദോശ ചൂടാനായിട്ട് സ്റ്റൗ കത്തിച്ച് പാൻ ചൂടാക്കാൻ വെക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ ഒരുപാടങ്ങ് ചൂടാവരുത്. ഒരുപാട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ നമുക്ക് ശരിക്ക് വരത്തില്ല. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് തിന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ പാൻ ഒരുപാട് ചൂടാവരുത്. നമ്മളെപ്പോഴും സിമ്മിലിട്ട് വേണം നമ്മൾ ദോശ പരത്തിയെടുക്കാൻ. അപ്പോഴത്തെ നമ്മുടെ ദോശ ഒന്ന് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഇച്ചിരി അങ്ങ് കൂട്ടി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ദോശ ചൂടാൻ. അപ്പം ഞാൻ മുമ്പേ കാണിച്ച ഉള്ളിയും പച്ചമുളകും ജീരകവും ഇതെല്ലാം കൂടെ ഈ ദോശയുടെ മുകളിലായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ജീരകവും ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ നമുക്ക് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഈ ദോശ ഒന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് ചുട്ടെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ആവുന്ന സമയത്ത് ആ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് നമുക്ക് ദോശയൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു 2-3 സെക്കൻഡ് മതി. സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അത്രേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ മാങ്ങാച്ചാറുമായിട്ടാണ് പെയർ ചെയ്തേക്കുന്നത്. അല്ലാതെ അച്ചാറും ഒന്നും ഇല്ലാണ്ടും ചുമ്മാതെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എന്നെ കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിക്കുക. അപ്പം താങ്ക് യു സോ മച്ച്. ബൈ.